2025 നീറ്റ് എക്സാമിനേഷൻ വഴി MBBS കോഴ്സിന് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ESI IP വാർഡായിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ESI കോർപ്പറേഷനിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു പേരൻറ്റിൻ്റെ കുട്ടിയാണ് IP വാർഡായി മാറുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവേഷനോടുകൂടി പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസുകളാണ് ESI മെഡിക്കൽ കോളേജുകൾ. ഈ ESI മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യയിൽ 11 മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഒരു ഡെൻ്റൽ കോളേജുണ്ട്, 2 നേഴ്സിംഗ് കോളേജുകളുണ്ട്, BSc നേഴ്സിംഗ് ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസുകളിലേക്ക് റിസർവേഷനോടുകൂടി ESI മെമ്പർഷിപ്പ് ഉള്ള ഒരു പേരൻറ്റിൻ്റെ വിദ്യാർത്ഥിക്ക്, കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കും. ഈ അഡ്മിഷൻ ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനായി ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റായ esic.gov.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ മെയ് 18 വരെയാണ് ESI സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ ഒരു വിദ്യാർത്ഥി ചെയ്തു തീർക്കേണ്ടത്. 21 മുമ്പായി ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും വേണം. ഇങ്ങനെ IP വാർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ESI മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളിലേക്ക് റിസർവേഷൻ ലഭിക്കും. ഇനി നമുക്കൊന്ന് നോക്കാം, എന്താണ് ESI മെഡിക്കൽ കോളേജ്? നമുക്ക് ഇന്ത്യയിലുള്ള 11 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് ESI IP വാർഡ് വിദ്യാർത്ഥികൾക്ക് റിസർവേഷനുള്ള ESI മെഡിക്കൽ കോളേജുകൾ. ഈ കോളേജുകളുടെ മുഴുവൻ സീറ്റും IP വാർഡ് സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നതല്ല. ആ ഒരു ക്യാമ്പസിൻ്റെ 50% സീറ്റ് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലുള്ള ESI മെഡിക്കൽ കോളേജാണ് കൊല്ലത്തുള്ള ESI മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിലെ 100 സീറ്റാണ് ഉള്ളതെങ്കിൽ അവിടുത്തെ 50% സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് കോട്ട വഴി അഡ്മിഷൻ ലഭിക്കുന്ന സീറ്റുകളാണ് 50% സീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ക്യാമ്പസിലെ തന്നെ 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വഴി ഇന്ത്യ മുഴുവനുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ബാലൻസ് വരുന്ന 35% സീറ്റാണ് ESI IP വാർഡ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ESI IP വാർഡിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ 11 മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റ് ഓൾ ഇന്ത്യ വഴി എല്ലാ കാറ്റഗറി വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതും 50% സീറ്റ് അതാത് സ്റ്റേറ്റിൽ, ഒരു ESI മെഡിക്കൽ കോളേജ് ഏത് സ്റ്റേറ്റിലാണോ നിലനിൽക്കുന്നത് ആ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാറ്റഗറിയും വഹിച്ചിട്ട് സ്റ്റേറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതും 35% സീറ്റ് ESI IP വാർഡ് റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതുമാണ്. ESI IP വാർഡ് റിസർവേഷനുള്ള 35% സീറ്റിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക്, ESI കോർപ്പറേഷനിൽ അംഗത്വമുള്ള പേരൻറ്റിൻ്റെ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള IP വാർഡ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ടൈമാണ് ഈ മെയ് 18 വരെ ആപ്ലിക്കേഷൻ കൊടുക്കണം. 21 മുമ്പായി ഈ സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്യണം. അതിനുള്ള ടൈമാണ് ESI കോർപ്പറേഷൻ്റെ സൈറ്റ് വഴി ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ഇനി 35% ഉള്ള ESI മെഡിക്കൽ കോളേജുകളിലെ ആ 35% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ആ ESI മെമ്പറായിട്ടുള്ള പേരൻറ്റും ആ കാൻഡിഡേറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഈ ESI മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത എന്താണ്? ESI IP വാർഡ് വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതിനോടൊപ്പം ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 24,000 റുപ്പീസ് മാത്രമാണ് MBBSന് ഫീസായിട്ട് വരിക. 4.5 വർഷം MBBS എന്നൊരു കോഴ്സ് ആനുവൽ ഫീസായ 24,000 റുപ്പീസിൽ നമുക്ക് പഠിക്കാം. അതിനുശേഷം 1 ഇയർ ഹൗസ് സർജൻസി ഉണ്ട്, അതിനുശേഷം 1 ഇയർ ബോണ്ട് ഉണ്ട്. ആ ബോണ്ടുള്ള 1 ഇയറിൽ നമുക്ക് ഉയർന്ന സാലറിയോട് കൂടി തന്നെ അവിടെ ജോലിയും ചെയ്യാം. അങ്ങനെ 4.5 വർഷത്തെ പഠനവും 1 വർഷത്തെ ഹൗസ് സർജൻസിയും 1 വർഷത്തെ ഉയർന്ന സാലറിയോടെയുള്ള ബോണ്ടോടുകൂടിയുള്ള ജോലിയുമാണ് ESI മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇനി ഇവിടെ അപ്ലൈ ചെയ്യുവാൻ ഏജ് ബാർ ഉണ്ട്. ഈ നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 2025 ഒരു വിദ്യാർത്ഥിക്ക് 21 വയസ്സിൽ കൂടുതൽ ആകാനും പാടില്ല. അപ്പം ESI മെമ്പറായിട്ടുള്ള ഒരു പേരൻറ്റിൻ്റെ കുഞ്ഞായിരിക്കണം. IP വാർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കണം. 21 വയസ്സിന് മുകളിൽ ഈ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന
ഈ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 2025 21 വയസ്സിൽ കൂടാനും പാടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് IP വാർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനാദ്യമായി ചെയ്യേണ്ടത് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ESIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. esic.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ പേരന്റിന്റെ ESI IP വാർഡ് നമ്പരും ഫോൺ നമ്പറും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഒരു OTP നമ്പർ ലഭിക്കും. ആ OTP നമ്പർ നമ്മൾ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് എൻ്റർ ആവാം. എൻ്റർ ആയി കഴിഞ്ഞാൽ നാം എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ എന്ന മെത്തേഡ് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിനോടൊപ്പം തന്നെ നാം ഈ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോസ്പെക്ടസ് ഉണ്ടാവും. ആ പ്രോസ്പെക്ടസിൽ വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായി തന്നെ ഇവിടെ കാണാൻ നെയിം ഓഫ് മെഡിക്കൽ കോളേജസ്. 11 മെഡിക്കൽ കോളേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ESI മെഡിക്കൽ കോളേജ് ഫരീദാബാദ് ഹൈഡ്രാന 43 സീറ്റുകളാണുള്ളത്. സെക്കൻഡ് വൺ ESI മെഡിക്കൽ കോളേജ് കൊൽക്കട്ട 65 സീറ്റുകളുണ്ട്. ESI മെഡിക്കൽ കോളേജ് ചെന്നൈ 30 സീറ്റ്. ദെൻ ബാംഗ്ലൂരു കർണാടക 68 സീറ്റ്. ഗുൽബർഗ കർണാടക 68 സീറ്റ്. ഹൈദരാബാദിന് 43 സീറ്റ്. അൽവാർ രാജസ്ഥാൻ 20 സീറ്റ്. ബീഹാർ പട്ന 35 സീറ്റ്. കോയമ്പത്തൂർ തമിഴ്നാട് 20 സീറ്റ്. ലാൽ ബഹദൂർ ശാസ്ത്രി മെഡിക്കൽ കോളേജ് മാണ്ഡി ഹിമാചൽ പ്രദേശ് 36 സീറ്റ്. ദെൻ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം പാരിപ്പള്ളി 38 സീറ്റുകൾ. ഇങ്ങനെ ടോട്ടൽ 466 സീറ്റുകളാണ് MBBSന് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലൂടെ റിസർവേഷൻ നമുക്ക് ലഭിക്കുക. ഈ റിസർവേഷനാണ്, അതായത് നമുക്കറിയാം ഒരു SC റിസർവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുണ്ട്, ST റിസർവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുണ്ട്. അതുപോലെ സ്റ്റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ OBC, മുസ്ലിം റിസർവേഷൻ, ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ഇങ്ങനെയൊക്കെയുള്ള റിസർവേഷൻസ് നമുക്ക് ലഭിക്കും. അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിലേക്ക് അവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. അതേപോലെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പം ESI IP വാർഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മറ്റു സീറ്റുകളിലേക്ക് കൺസിഡർ ചെയ്യുമോ? തീർച്ചയായും കൺസിഡർ ചെയ്യും. നമുക്ക് ഈ റിസർവേഷൻ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓൾ കാറ്റഗറിയിൽ വരുന്ന ഏത് സീറ്റിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അല്ലാതെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതുകൊണ്ട് ഈ സീറ്റിൽ മാത്രമായിരിക്കില്ല നമ്മളെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് കിട്ടും. ഓൾ കാറ്റഗറിയിലുള്ള മുഴുവൻ സീറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനോടൊപ്പം ESI മെഡിക്കൽ കോളേജുകളിലെ നമ്മുടെ റിസർവേഷനുള്ള സീറ്റുകളിലേക്ക് നമുക്ക് അർഹത ലഭിക്കുകയും ചെയ്യും. ഇനി ഇവിടെ ഉള്ളത് ഡെന്റൽ കോളേജ് ആണ്. ESI ഡെന്റൽ കോളേജ് ഗുൽബർഗ് ഒറ്റ ക്യാമ്പസ് മാത്രമാണുള്ളത്. 28 സീറ്റുകളാണുള്ളത്. BSc നഴ്സിംഗ് കോഴ്സ് 2 ക്യാമ്പസിലാണുള്ളത്. ഒന്ന് BSc നഴ്സിംഗ് കോളേജ് ഇന്ദിരാനഗർ ബാംഗ്ലൂരു കർണാടക 30 സീറ്റും. ദെൻ ESI നഴ്സിംഗ് കോളേജ് ഗുൽബർഗ കർണാടക 30 സീറ്റും. അങ്ങനെ ടോട്ടൽ 60 സീറ്റുകളാണ് BSc നഴ്സിംഗിനായി ESI ക്യാമ്പസുകളിലുള്ളത്. നമുക്കൊരു കാൻഡിഡേറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സുകളൊന്നും നോക്കാം. ഫസ്റ്റ് വൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് വാർഡ് ഓഫ് IP. ആ കാൻഡിഡേറ്റിൻ്റെ ആരാണോ നീറ്റ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്, ആർക്കാണ് അഡ്മിഷൻ വേണ്ടത്, ആ കാൻഡിഡേറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് IP ഇൻഷുർഡ് പേഴ്സൺ. എന്താണ് ESI കോർപ്പറേഷനിലെ IP എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രൈവറ്റ് സെക്ടറിൽ, ഗവൺമെന്റ് സെക്ടറിലല്ല, പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലി ചെയ്യുന്ന അച്ഛനോ അമ്മയോ, ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനോ അമ്മയോ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇൻഷുറൻസ് ലഭിക്കുന്ന, അവർക്കൊരു ഗവൺമെന്റിന്റെ പരിരക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ESI കോർപ്പറേഷൻ. ആ ESI കോർപ്പറേഷനിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ESI വഴി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെയോ അമ്മയുടെയോ മകൾക്ക് അല്ലെങ്കിൽ മകന് ലഭിക്കുന്ന റിസർവേഷനാണ് ഈ ESI IP വാർഡ് എന്ന് പറയുന്നത്. അപ്പം ആരാണോ ESIയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവരുടെ ഫോട്ടോയാണ് രണ്ടാമതായിട്ട് നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് കാൻഡിഡേറ്റ് ആണ്. ആരാണോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ആ വിദ്യാർത്ഥിയുടെ 10ാം ക്ലാസ്സിൻ്റെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നെക്സ്റ്റ് വൺ അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റിൻ്റെ 2025 എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത ഹോൾ ടിക്കറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി നാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഈസ് അഫിഡവിറ്റ് ബൈ ഫീമെയിൽ കാൻഡിഡേറ്റ് ആസ് പെർ അനക്ഷർ 4.
അഫിഡവിറ്റ് ബൈ IP ഇൻ കേസ് ഫീമെയിൽ കാൻഡിഡേറ്റ് അനക്ഷർ 5. അതായത് ഒരു ഫീമെയിൽ ആണ് ഈ കാൻഡിഡേറ്റ് എങ്കിൽ നമ്മൾ രണ്ട് അഫിഡവിറ്റുകൾ നൽകണം. ആ അഫിഡവിറ്റിൻ്റെ അനക്ഷർ 4ഉം 5ൻ്റെയും എന്താണ് 100 രൂപ മുദ്രപത്രത്തിൽ നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ട മാറ്റർ അനക്ഷർ 4 and 5 ആയി ഈ സൈറ്റിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ 100 രൂപ മുദ്രപത്രത്തിൽ എടുത്തിട്ട് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് ആണ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ IP വാർഡ് സർട്ടിഫിക്കറ്റിനുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളുമായി ESI കോർപ്പറേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫീസിലോ ഒന്നും പോകേണ്ടതില്ല, ഒന്നും അയക്കേണ്ടതും കാര്യമില്ല. ഇത്രയും അപ്ലോഡ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എ സിസ്റ്റം ജനറേറ്റർ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വിൽ ബി അവൈലബിൾ ടു ഡൗൺലോഡ് ആഫ്റ്റർ അപ്രൂവൽ ഓഫ് കോമ്പിറ്റന്റ് അതോറിറ്റി. നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റീസ് ഇത് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ May 18 ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 21st of this May ആണ്. ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവിടുത്തെ ഫീസ് നമുക്കൊന്ന് നോക്കാം. ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത് 24,000 ആണ്. ദെൻ കോഷൻ ഡിപ്പോസിറ്റ് വരുന്നത് 5,000 rupees ആണ്. ഇതിനകത്ത് വരുന്ന അഡീഷണൽ എക്സ്പെൻസുകൾ, അതായത് ഹോസ്റ്റൽ ചാർജ്, ഹോസ്റ്റൽ ആൻഡ് മെസ് ആൻഡ് സെക്യൂരിറ്റി, മെസ് ചാർജ്, ഇതൊക്കെ ഒരു ക്യാമ്പസിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഒരു റീസണബിൾ എമൗണ്ടിൽ മാത്രമായിരിക്കും. ഓരോ ക്യാമ്പസിൻ്റെയും ആ ക്യാമ്പസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും ഈ ഫീസുകളൊക്കെ അവിടെ ആപ്ലിക്കബിൾ ആവുക. ഒരു ESI കോർപ്പറേഷനിൽ അംഗത്വം എടുത്തിരിക്കുന്ന ഒരു അച്ഛനോ അമ്മയുടെയോ കുട്ടിയായിരിക്കണം. ഈ അച്ഛനോ അമ്മയോ ഈ 2025 നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എക്സാമിനേഷൻ എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനോ അമ്മയോ 2024 സെപ്റ്റംബറിന് മുമ്പായി ESI കോർപ്പറേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയോ ESI മെമ്പർഷിപ്പ് ഉള്ള ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മകൾക്കോ മകനോ ആണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ലഭിക്കുക. അപ്പോൾ ഇങ്ങനൊരു റിസർവേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പം നമുക്ക് പോയി ഒരു ESI മെമ്പർഷിപ്പ് എടുത്ത് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ലഭിക്കത്തില്ല. 2024 സെപ്റ്റംബറിന് മുമ്പായി ESI കോർപ്പറേഷനിൽ അംഗത്വമുള്ള ഒരു പേരൻറ്റിൻ്റെ കുട്ടിക്ക് മാത്രമേ ഇപ്പോൾ ഈ ESI കോർപ്പറേഷൻ്റെ IP വാർഡ് സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ലഭിക്കുകയുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണ്, ബോയ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഫിഡവിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഗേൾ ചൈൽഡ് ആണെങ്കിൽ, ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു അനക്ഷർ 2 നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മുദ്രപത്രത്തിൽ നമ്മൾ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 15 നമുക്ക് കാണാം അഫിഡവിറ്റ് ബൈ ഫീമെയിൽ കാൻഡിഡേറ്റ് അനക്ഷർ 4. ഇതാണ് ഒരു 100 രൂപ പത്രത്തിലേക്ക് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് 2 സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഒന്ന്, ആ കാൻഡിഡേറ്റ് ESIയിലെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ്, ഫീമെയിൽ ആണെന്നുള്ള, ഫീമെയിൽ ഡോട്ടർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് വേണ്ടത് അനക്ഷർ 5 ആണ്. ഈ അനക്ഷർ 5 എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റിന്റെ അച്ഛനാണോ അമ്മയാണോ ESI കോർപ്പറേഷനിൽ മെമ്പർ എന്നുള്ളതിന്റെ അഫിഡവിറ്റ് ആണ്. ഇത് ഈ മാറ്റർ 100 രൂപ പത്രത്തിലോട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം നാം നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൽ സൈൻ ചെയ്യണം. ഇവിടെ ഡിപ്പോണന്റ് എന്ന് സൈൻ ചെയ്യേണ്ടത് ആ കാൻഡിഡേറ്റ് ആണ്. ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ESI മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു എലിജിബിലിറ്റി നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ കാണാം, ESI മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ 11 ESI മെഡിക്കൽ കോളേജും ഒരു ഡെന്റൽ കോളേജും 2 BSc നഴ്സിംഗ് ക്യാമ്പസുകളുമുണ്ട്. ഈ ക്യാമ്പസുകളിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ വെറും റീസണബിൾ ആയിട്ടുള്ള 24,000 rupees നമുക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല റിസർവേഷൻ, നോർമൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടുന്നതിനേക്കാൾ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ESI മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റിന് അഡ്മിഷൻ ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യപ്പെട്ട് കിട്ടുന്നത്. ഈ റിസർവേഷന്റെ എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിൽ എക്സ്പേർട്ട് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സുമായി നിങ്ങളോട്
നിങ്ങളോടൊപ്പം ആൽഫയുടെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഈ ചാനലിലൂടെ ഇപ്പം മാത്രമല്ല ഇനി റാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോഴും അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് തുടങ്ങുമ്പോഴും ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ റാങ്കിനെയും മാർക്കിനെയും ബേസ് ചെയ്തിട്ട് നല്ലൊരു ക്യാമ്പസ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, ഈ സമയങ്ങളിലെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇതിനോടൊപ്പം ഈ വർഷത്തെ എക്സാമിനേഷനിൽ മാർക്ക് അല്പം കുറഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്കിത് സീറ്റ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ ആൽഫ അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് വരാം, വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം കൂടെ ഉണ്ടാവും. ഇനി ഈ വർഷം +2 എക്സാമിനേഷൻ കഴിഞ്ഞു, എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും 25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസോടുകൂടി ഏറ്റവും നല്ല വിജയം കൊടുക്കുന്ന, പേഴ്സണൽ അറ്റൻഷനോടെ വിജയം കൊടുക്കുന്ന ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആൽഫയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം, ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാം. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഫസ്റ്റ് ചാൻസിൽ വിജയിക്കാനുള്ള ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ റെസിഡൻഷ്യൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ടീച്ചേഴ്സിനോടൊപ്പം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ക്യാമ്പസിൽ 11th 12th ട്യൂഷൻ ഇല്ലാതെ, എക്സ്ട്രാ കോച്ചിങ് ക്ലാസ്സുകളില്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് വിളിക്കാം. മികച്ച കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടി വിജയം നേടി മടങ്ങാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.